ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ നമ്മുടെ കുറച്ചധികം കാലത്തെ വെയിറ്റിന് ശേഷം ടാറ്റ പുതിയ ഹാരിയർ EV ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ വണ്ടി അവർ ഇതിന് ഏകദേശം 2-3 പ്രാവശ്യങ്ങൾ അൺവെയിൽ ചെയ്ത് കാണും. പക്ഷെ എന്തായാലും ലേറ്റ് ആയിട്ട് വന്നാലും അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കവാറും നമ്മുടെ മഹീന്ദ്രയുടെ പുതിയ EVs കണ്ടു കഴിഞ്ഞപ്പം ടാറ്റ നേരെ ഡ്രോയിങ് ബോർഡിലോട്ട് തിരിച്ചു പോയിട്ട് കുറച്ചധികം ഫീച്ചേഴ്സും ടെക്നോളജി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഈ വണ്ടി ഇറക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായിരിക്കാം ഇത്രയും ഡിലേ വന്നത്. അല്ലെങ്കിൽ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറങ്ങേണ്ട വണ്ടിയായിരുന്നു. അത് ഇപ്പം കുറച്ചധികം ലേറ്റ് ആയിട്ട് ജൂണിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഡിസൈൻ വൈസൊക്കെ നമ്മൾ ഈ വണ്ടി ഇഷ്ടംപോലെ പ്രാവശ്യം ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈനൊക്കെ സിമിലർ ആണ്. കണക്റ്റഡ് DRLs ഉണ്ട്, LED ഹെഡ്ലൈറ്റ്സ് ഉണ്ട്. ആകപ്പാടെ വ്യത്യാസം വരുന്ന ഗ്രില്ലിൻ്റെ ഡിസൈനിലും അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിലുമാണ്. നമ്മൾ കർവ് EVയിലൊക്കെ കണ്ടായിരുന്നു ഈ ഒരു സിമിലർ പാറ്റേണിലുള്ള ബമ്പറിൻ്റെ ഡിസൈൻ. അത് തന്നെ ഇവിടെ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് നമുക്ക് ബോഡി കളർ ഫിനിഷിലാണ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ഈ ബ്ലൂ കളർ കാണുന്നതുകൊണ്ടാണ് ബ്ലൂ ഷെയ്ഡ് വരുന്നത്. വൈറ്റ് ആണെങ്കിൽ ആ ഗ്രില്ലിൻ്റെ അകത്തെ പോർഷനെല്ലാം വൈറ്റ് ആയിരിക്കും. അതൊരു വ്യത്യാസമാണ്. ഇത് അത്യാവശ്യം വലിയ വണ്ടി ആയതുകൊണ്ട് ഫ്രണ്ടിൽ അവർക്ക് 67 ലിറ്റേഴ്സിനടുത്ത് സ്പേസ് ഉള്ളൊരു ഫ്രണ്ട് ട്രങ്ക് അഥവാ ഫ്രങ്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 19 ഇഞ്ച് എയറോ ഇൻസേർട്സ് ഉള്ള അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ .EV എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല എങ്കിലും ഡയമെൻഷൻസിൽ ചെറിയ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ലെങ്ത് 2 മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട്. വീൽ ബേസ് എക്സാക്ട്ലി സെയിം ആണ്, 2741 മില്ലിമീറ്റേഴ്സ് ആണ്. പക്ഷേ വിട്ട് എങ്ങനെയാണ് ഇത്രയും കൂടിയെന്ന് എനിക്കറിയില്ല. നേരത്തെ 1922 mm ആയിരുന്നു, ഇപ്പോൾ 2132 mm ആണ്. ചിലപ്പോൾ സൈഡ് ബോഡി ക്ലാഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടി കാണുമായിരിക്കും. അതോ ഇനിയിപ്പോൾ ഇവർ സൈഡ് മിററും കൂടെ ചേർത്തിട്ടുള്ള വിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വിട്ടാണ്. അതാണ് സൈഡ് പ്രൊഫൈലിൻ്റെ കേസ്. അതുപോലെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും നമ്മളിതിന് മുന്നേ കണ്ടിട്ടുള്ള ഹാരിയർ ഫേസ് ലിഫ്റ്റുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു റിയർ ഡിസൈൻ തന്നെയാണ്. ടെയിൽ ലാംപ്സ് ആയിക്കോട്ടെ, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ വന്ന പോലെ ഒരു സിൽവർ ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ .EV ഹാരിയറിൻ്റെ ഒരു ബാഡ്ജിങ്ങും അവിടെ ബാക്കിൽ അവൈലബിൾ ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് പിന്നെ ഇലക്ട്രിക് ആണെങ്കിലും ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് അല്ല. 502 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ബാക്കിലത്തെ 2 സീറ്റും ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 999 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് വരെ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബാക്കിലത്തെ സീറ്റ്സ് ഫോൾഡബിൾ ആണ്. സോ അങ്ങനെ ചെയ്യാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള കുറച്ച് സിമിലർ ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് ലേഔട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലൊക്കെ സെയിം ആണ്. നമ്മൾ ഈ അടുത്ത് വന്ന കർവിൻ്റെ ഇതിനകത്ത് കണ്ടു, EVയിൽ കണ്ടു. അതുപോലെ തന്നെ ഹാരിയർ ഫേസ് ലിഫ്റ്റിലും സെയിം തന്നെയാണ് കൊടുത്തത്. അകത്തും പുറത്തും 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. ടാറ്റയുടെ 4-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൺട്രോൾസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും സെയിം ആണ്, 10.25 ഇഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, പിന്നെ കുറച്ചധികം ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വ്യത്യാസം വന്നിരിക്കുന്ന ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അതിന് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ നോക്കിക്കോ. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഡ്യുവൽ സോൺ ഓട്ടോ AC അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡാഷ്ബോർഡ് ലേഔട്ട് ആണെങ്കിലും കുറച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വൈറ്റ് ഇൻസേർട്സ്, ആംബിയൻ ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതാണ് ഈ വാഹനത്തിന് മൊത്തത്തിലുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇത് ഒബ്വിയസ്ലി 5 സീറ്റർ SUV ആണ്. ഇതിൻ്റെ തന്നെ 7 സീറ്റർ ആണ് സഫാരി. അത് ഇതുവരെ ഇലക്ട്രിക്കൽ ഇറക്കിയിട്ടില്ല. സീറ്റ് ആണെങ്കിലും നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഹെഡ് റെസ്റ്റിനൊക്കെ ഒരു അഡീഷണൽ സപ്പോർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കുഷനിങ് ഒക്കെയുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവർ 2 കൊടുത്തിട്ടുള്ളൂ. നടുവിലത്തെ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ഇല്ല. സ്പേസ് ആണെങ്കിലും ഫ്ലോർ EV ആയതുകൊണ്ട് ഇത്തിരി പൊങ്ങിയാണ്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവർ സീറ്റ് മെമ്മറി ഫംഗ്ഷനും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ അത് ഒരു നല്ല ഫീച്ചറാണ്. ഇനി പുതിയ ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഇവരുടെ പുതിയ ഇൻഫോടൈം സിസ്റ്റമാണ്. നമുക്കറിയാം, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ടാറ്റയുടെ സെയിം UI ഉള്ള 12.3 ഇഞ്ച് പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അതല്ല. ഇത് 14.53 ഇഞ്ച് സൈസ് വരുന്ന അത്യാവശ്യം നല്ല വലിയ സൈസുള്ളൊരു ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ QLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ളൊരു പാനലാണ്. ടാറ്റ പറയുന്നത് ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല LED പാനൽ കമ്പനികൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. അതായത് അവർ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 540 ഡിഗ്രി വരെയുള്ള വ്യൂവിങ് എക്സ്പീരിയൻസ് അവൈലബിൾ ആണ്. അതായത് സറൗണ്ട് വ്യൂ ക്യാമറയുടെ സിസ്റ്റം. അതായത് 360 വാരം നമുക്ക് താഴെയും മുകളിലും മൊത്തത്തിലുള്ളൊരു ട്രാൻസ്പാരൻറ്റ് വ്യൂ ഒക്കെ കിട്ടും. ഓഫ് റോഡൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതൊരു പുതിയ എക്സ്ട്രാ ഫീച്ചറായിട്ട് പറയാം. അതും നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അങ്ങനെ കിട്ടാത്തൊരു ഫീച്ചറാണ്. പിന്നെ നമ്മൾ പല ലാൻഡ് റോവർ വാഹനങ്ങളിലും കാണുന്ന പോലെ IRVMൻ്റെ അകത്തൊരു ക്യാമറയുടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിലത്തെ ഷാർക്ക് ഫിൻ ആൻറ്റിനയുടെ അവിടെ ആയിട്ടൊരു ക്യാമറയുണ്ട്. ആ ക്യാമറയുടെ വ്യൂ ആണ് നമുക്കിവിടെ ഇൻസൈഡ് റിയർ വ്യൂ മിററിൻ്റെ ഫുട്ടേജ് ആയിട്ട് കാണിക്കുന്നത്. ഇത് ഫുൾ ടൈം റെക്കോർഡും ചെയ്യും. ഇതിനകത്ത് ഫ്രണ്ടിലത്തെ വിഷ്വൽസും റെക്കോർഡ് ചെയ്യും, ബാക്കിലത്തെ വിഷ്വൽസും റെക്കോർഡ് ചെയ്യും. സോ ഒരു ഡാഷ് ക്യാം എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ പാനറോമിക് സൺറൂഫ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മിക്കവാറും പല വേരിയൻസിലും ഓപ്ഷണലായിട്ടായിരിക്കും. അതിന് പുറമെ നമുക്ക് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്. അതുപോലെ മെമ്മറി ഫംഗ്ഷൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഹെഡ് റെസ്റ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡ് സീറ്റിൽ ബോസ് മോഡ് അവൈലബിൾ ആണ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട്. അതായത് ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് സൈഡിൽ സ്വിച്ച് വെച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡ് സീറ്റ്.
ഇനി മഹീന്ദ്ര ഒരുപാട് മോഡേൺ ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ ടാറ്റ അത് കൊടുക്കാതിരുന്നത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടോ പാർക്കിംഗ് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വണ്ടിക്കകത്ത് ആളിരിക്കണമെന്നില്ല, പുറത്ത് നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതും വണ്ടിയുടെ കീ ഫോബ് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കീ ഫോബൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും റിമോട്ട് പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. പാരൽ പാർക്കിംഗ്, സൈഡ് ബേസ് പാർക്കിംഗ്, അതുപോലെ വണ്ടി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്തോളും. അങ്ങനെ അത്യാവശ്യം ഇന്ത്യൻ കണ്ടീഷൻസായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലെവൽ 2 അഡ്വാൻസ് എയർ അസിസ്റ്റൻസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 22 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതും അവർ കുറച്ച് ഇന്ത്യനൈസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ലോ സ്പീഡ്സിലും ഇത് വർക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ഒരു 5, 10 അല്ലെങ്കിൽ ഈവൻ ക്രോളിംഗ് സ്പീഡ്സിലാണെങ്കിലും എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ വണ്ടി തന്നെ ബ്രേക്ക് ഇടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യും. ഇനി സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ടാറ്റ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ലല്ലോ. ഇതിൻ്റെ അകത്തും JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 10 സ്പീക്കർ യൂണിറ്റ് ആണ്. 4 സ്പീക്കർ ഉണ്ട്, 4 ട്വീറ്റർ ഉണ്ട്, ബാക്കിലൊരു സബ് വൂഫർ, പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡാഷ്ബോർഡിലായിട്ടൊരു സ്പീക്കർ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും സൗണ്ട്. ഇനി ഇതിൻ്റെ കീ ഫോബ് കാണിച്ചു തരാം. ഇതാണ് ടാറ്റയുടെ പുതിയ കീ. ഇത് ഹാരിയറിൻ്റെ ടോപ്പ് എൻഡിലായിരിക്കും മിക്കവാറും കിട്ടുന്നത്. ബേസിക് വേരിയൻസിൽ കിട്ടുമെന്ന് അറിയില്ല, കാരണം 11 ഫംഗ്ഷനാലിറ്റീസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വണ്ടി ഫ്രണ്ടിലോട്ട് നീക്കാം, ബാക്കിലോട്ട് നീക്കാം, അതുപോലെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും, പിന്നെ ലോക്ക് അൺലോക്ക് ഒബ്വിയസ്ലി ചെയ്യാം, ബൂട്ട് ഓപ്പൺ ചെയ്യാം, ഹെഡ്ലൈറ്റ് ഓൺ ആക്കാം, അങ്ങനെ ഈവൻ പാർക്കിൻ്റെ അസിസ്റ്റ് ആണെങ്കിൽ പോലും ഈ കീയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് കീ ആണ് വരുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും, ആക്ച്വലി ചെറുതാണ്. സോ മൊത്തത്തിലുള്ളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കീ ആയിട്ട് പറയാം. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു NFC കാർഡ് പോലും ടാറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് പോക്കറ്റിലിട്ട് നടന്നാൽ മതി, അല്ലെങ്കിൽ പേഴ്സ് വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് എടുക്കുക, സ്വൈപ്പ് ചെയ്യുക, അൺലോക്ക് ചെയ്യുക, കയറുക, അത്രേ ഉള്ളൂ. പിന്നെ അതല്ലാതെ നമുക്ക് റിമോട്ട് വഴിയും ഒബ്വിയസ്ലി ഈ വണ്ടി അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും അതിൻ്റെയൊക്കെ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ടാറ്റയുടെ IRA കണക്റ്റഡ് കാർടെക്, അതിൻ്റെ 4 വർഷത്തെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാലോ, IRAക്കകത്ത് നമുക്ക് ഇഷ്ടം പോലെ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് തന്നെ OT അപ്ഡേറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് ഡ്രൈവ് പേ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. UPI വഴിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ പറ്റും. ഡ്രൈവ് ത്രൂവിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പൈസ വണ്ടിയിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും രസമുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചാർജിങ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ പൈസയും ഈ വണ്ടിയിൽ നിന്ന് തന്നെ പേ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫോൺ വഴി അതും ഇതൊക്കെ ചെയ്ത് കഷ്ടപ്പെടണമെന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വാളറ്റിൽ പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് പോസിബിൾ ആവുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് പൈസ ആഡ് ചെയ്യുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെന്തായാലും ഇതിനകത്ത് കുറേയൊക്കെ കുറഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിനകത്ത് 4 കളർ ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് കിട്ടുന്നത്. ഭയങ്കര തെറിച്ച് നിൽക്കുന്ന കളേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. റെഡോ അല്ലെങ്കിൽ നമ്മുടെ യെല്ലോ കളേഴ്സൊക്കെ നോർമൽ ഹാരിയറിലുണ്ടല്ലോ, അതൊന്നും ഇതിൻ്റെ അകത്തില്ല. ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ എംപവേർഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു കളറുണ്ട്, പിന്നെ പ്രിസ്റ്റീൻ വൈറ്റ്, പ്യുവർ ഗ്രേ, ഈ 4 കളേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ അവർ നൈനിതാൽ നോക്ടേൺ എന്ന് പറഞ്ഞ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പേര്. അതാണ് കളേഴ്സ്. പിന്നെ അതിന് പുറമെ നമുക്ക് സ്റ്റെൽത്ത് എഡിഷനും കിട്ടുന്നുണ്ട്. അതവർ ഇപ്പോൾ ലോഞ്ചിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇറക്കി. ഇതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. പിന്നെ ഇതിന് ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് ഫുൾ ഒരു ബ്ലാക്ക് തീമാണ് അവർ പിടിച്ചിരിക്കുന്നത്. സാധാരണ ഇതിൽ ടാറ്റ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഇറക്കാറ്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇനി വേരിയൻസിലോട്ടൊക്കെ പോവാം. 3 വേരിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് ബേസിക് റേഞ്ചിൽ കിട്ടുന്നത്. അതായത് 3 പേരുകളാണ്: അഡ്വഞ്ചർ, ഫിയർലെസ്, എംപവേർഡ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇനി സൺറൂഫ് ഉള്ള മോഡൽ, സൺറൂഫ് ഇല്ലാത്ത മോഡൽ, എംപവേർഡ് പ്ലസ്, ഫിയർലെസ് പ്ലസ്, മൈനസ് എന്നൊക്കെ പറഞ്ഞ് ടാറ്റ ഇറക്കുമെന്ന് അറിയില്ല. പൊതുവേ അവരങ്ങനെ ചെയ്യാറുള്ളതാണ്. എന്തായാലും ബേസിക് ആയിട്ട് ഈ 3 പേരുകളെ ഉണ്ടാവുള്ളൂ. സാഡ്ലി അവരിപ്പോൾ ആകെപ്പാടെ ബേസ് മോഡലിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബേസ് മോഡൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫീച്ചേഴ്സ് ലിസ്റ്റൊക്കെ ഡയറക്റ്റ് നോക്കാം. അഡ്വഞ്ചർ എന്നാണ് ബേസ് മോഡലിൻ്റെ പേര്. മിഡിൽ വേരിയൻ്റ് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ഫിയർലെസ് മോഡൽ. കാരണം അതിൻ്റെ അകത്ത് ടോപ്പ് എൻഡിൽ കിട്ടുന്ന പോലെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത, വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സിന് പുറമെ ആവശ്യമുള്ള അത്യാവശ്യം ഫീച്ചേഴ്സും പിന്നെ കുറച്ച് മോഡേണിൻ്റെ അമ്യൂണിറ്റീസും സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്നൊരു വേരിയൻ്റ് ആയിരിക്കും ഫിയർലെസ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇനി അടുത്തതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ്. നമുക്കിതിൻ്റെ അകത്ത് ബേസിക്കലി 2 ബാറ്ററി കൺഫിഗറേഷനാണ് കിട്ടുന്നത്. ടാറ്റ മിക്കവാറും കർവിൻ്റെ 55 kWh ഇതിൻ്റെ ബേസ് മോഡലായിട്ട് കൊടുക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷയല്ല, അതൊരു ഡിസപ്പോയിൻമെൻറ്റ് ആയാലും എങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ. പക്ഷെ എന്തായാലും അതവർ ചെയ്തിട്ടില്ല. 75 kWh 65 kWh ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല മഹീന്ദ്ര കൊടുത്ത പോലെ തന്നെ ഇപ്രാവശ്യം ടാറ്റ അൺലിമിറ്റഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ഇയേഴ്സിൻ്റെ വാറൻറ്റി കൊടുത്തിട്ടുണ്ട് ബാറ്ററിക്ക്. വണ്ടിക്കല്ല, ബാറ്ററിക്ക് നമുക്ക് എന്ത് സംഭവിച്ചാലും അവർ എത്ര കാലം ഓടിച്ചാലും എത്ര കിലോമീറ്റർ ഓടിച്ചാലും മാറ്റിത്തരുമെന്നാണ് പറയുന്നത്. അത് 2 ബാറ്ററിക്കുണ്ട്. പിന്നെ ഫസ്റ്റ്
ഓണറിൻ്റെയും സെക്കൻഡ് ഓണറിൻ്റെയും കാര്യമൊന്നും ഒരു ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഈ ട്രെൻഡ് ആദ്യം MG ആണ് തുടങ്ങിയത്, പിന്നെ മഹീന്ദ്രയും കൊടുത്തു, ഇപ്പോൾ ടാറ്റയും കൊടുത്തു. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ക്ലെയിംഡ് റേഞ്ച് ARAയിൽ വരുന്ന 627 കിലോമീറ്റേഴ്സ് ആണ്. ടാറ്റയുടെ C75 എന്ന് പറഞ്ഞാൽ 75% കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു റേഞ്ച് ഉണ്ട്. അത് 480 to 505 കിലോമീറ്റേഴ്സിൻ്റെ ആണ്. റിയർ വീൽ ഡ്രൈവ് മോഡൽ 75 kWh ബാറ്ററി പാക്കിൻ്റെ അകത്ത് അവർ പറയുന്നത്. അതായത് എങ്ങനെയായാലും ഒരു 500 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓൾ വീൽ ഡ്രൈവ്, അതായത് ക്വാഡ് വീൽ ഡ്രൈവ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അത് 65 kWh കൂടെ ആയിരിക്കില്ല, 75 kWh കൂടെ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു 450 to 500 അടുത്തൊക്കെ അതും കിട്ടേണ്ടതാണ്. അതിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ആക്ച്വലി 396 bhp ആണ് അതിൻ്റെ പവർ. 505 Nm ടോർക്കും വരുന്നുണ്ട്. നല്ല ഓൺ പേപ്പർ പവർ ഫിഗേഴ്സ് ആണ്. 6.3 seconds ആണ് 0 to 100 എത്താനായിട്ട് ഈ വാഹനം എടുക്കുന്ന സമയം. അത് നമ്മുടെ B6 വെച്ചും XUV9 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 6.7, 6.8 seconds എന്നൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഇത് വരുന്നത്, 0 to 100 ടൈമിംഗ് വരുന്നത്. സോ അതിനേക്കാളൊക്കെ ഫാസ്റ്റാണ് ഓൺ പേപ്പർ ഫിഗേഴ്സ് ആണെങ്കിലും. മറ്റേത് 276 bhp ആയിരുന്നെങ്കിൽ ഇത് ഓൾമോസ്റ്റ് 400 PS അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ക്വാഡ് വീൽ ഡ്രൈവിന് പുറമേ തന്നെ നമുക്ക് റിയർ വീൽ ഡ്രൈവ് മോഡൽ അവൈലബിൾ ആണ്. താങ്ക്ഫുള്ളി ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ല, റിയർ വീൽ ഡ്രൈവ് കൊടുത്തു. 236 PS ആണ് അതിന് പവർ പറയുന്നത്. അത് അത്യാവശ്യം ഫാസ്റ്റ് ആയിരിക്കും. 0 to 100 ടൈമിംഗ് ഒന്നും അറിയില്ല. എന്തായാലും വലിയ കുഴപ്പമുണ്ടാവില്ല. 236 എന്ന് പറയുമ്പോൾ നമ്മുടെ B6ഉം XUV9 ഒക്കെ 59 kWh മോഡൽ വരുന്ന 229 ആണ്. അതുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ 65 kWh മോഡലും നമുക്ക് ഏകദേശം ഒരു 400 കിലോമീറ്ററിന് മുകളിൽ ഈസി ആയിട്ട് തന്നെ റിയൽ ലൈഫ് റേഞ്ച് പ്രതീക്ഷിക്കാം. കെർവിൻ്റെ 55-ന് 400-ന് മുകളിൽ കിട്ടുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ടും ഇതിനകത്ത് 65 ഉള്ളതുകൊണ്ടും 400-ന് മുകളിൽ കിട്ടേണ്ടതാണ്. പിന്നെ ചാർജിങ് സൈക്കിളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 120 kW DC ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 7.2 kW അതുപോലെ തന്നെ 3.3 kW ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. 7.2 kW ആണ് അവർ ഹോം ചാർജിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് 25 മിനിറ്റിലാണ് 20 to 80% നിങ്ങൾ 120 kW ചാർജറിൽ ചാർജ് ആണെങ്കിൽ എടുക്കാനായിട്ട് എത്തുന്ന സമയം, എടുക്കുന്ന സമയം അത്രയും ചാർജ് കയറാനായിട്ട്. പിന്നെ 15 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 250 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് വരും എന്നും ടാറ്റ പറയുന്നുണ്ട്. അതും 120 kW ചാർജറിൽ ചാർജ് ചെയ്യണം. അത്രയും ഫാസ്റ്റ് ചാർജേഴ്സ് നമുക്ക് ഇവിടെ അങ്ങനെ സെറ്റപ്പായി തുടങ്ങിയിട്ടില്ല. മിക്ക സ്ഥലത്തും 60 kW ആണ് കിട്ടുന്നത്. 7.2 kW ഹോം ചാർജർ ആണെങ്കിൽ അതിനകത്ത് 0 to 100 എത്താൻ 10.7 hours ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്ലെയിംഡ് ടൈമിങ്. ഇനി പ്രൈസിൻ്റെ കാര്യം ഈ മഹീന്ദ്രയെ നോക്കി പിടിച്ചതാണെന്ന് തോന്നുന്നു ടാറ്റ. സാധാരണ ഇവർ ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ എല്ലാ പ്രൈസും പറയുന്നതാണ്. ഇപ്രാവശ്യം പക്ഷേ ഒരു ചേഞ്ചിന് അവർ ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് മോഡലായ ഇതിൻ്റെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡൽ 21.49 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുകളിലേക്കുള്ള വേരിയൻസിനകത്ത് എന്തൊക്കെ ബാറ്ററി ഓപ്ഷൻസ് ആയിരിക്കും, അതായത് ഏതൊക്കെ വേരിയൻസിൽ ഏതൊക്കെ ബാറ്ററി ഓപ്ഷൻസ് കിട്ടുമെന്നോ വേരിയൻസ് ഫീച്ചേഴ്സ് അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷനോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ സൺറൂഫുള്ള മോഡൽ, ഇല്ലാത്ത മോഡൽ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണോ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ജൂലൈ 2 മുതൽ തന്നെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഒഫീഷ്യലായിട്ട് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ. അതൊക്കെയാണ് ഈ വാഹനത്തെ പറ്റി നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. എന്തായാലും XUV9 ആയിട്ടുള്ള വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസിങ്ങിലായിരിക്കും വണ്ടി വരുന്നത്. ഇപ്പോൾ 21.49 എന്ന് പറഞ്ഞാൽ XUV9 21.9 lakhs ഇറങ്ങിയത്. ഇപ്പോൾ ചെറുതായിട്ട് പ്രൈസ് കൂടിയെന്ന് തോന്നുന്നു. ടോപ്പ് എൻഡ് അതിൻ്റെ 30.9 lakhs ആ റേഞ്ചിലേക്കാണ് പോകുന്നത്. അപ്പം ഇതും ഏകദേശം ഒരു 30 to 31 lakhs ഒക്കെ ആയിരിക്കും അവർ ടോപ്പ് എൻഡ് എക്സ്ഷോറും പിടിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസിംഗ് ആണ്. ബേസ് മോഡൽ എന്തായാലും അവർ നന്നായിട്ട് തന്നെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഫീച്ചേഴ്സും ഉണ്ട്, നല്ല റേഞ്ചും കിട്ടും ആ ഒരു പ്രൈസ് പോയിന്റിൽ. പിന്നെ XUV9 കുറച്ചും കൂടെ വലിയ ബാറ്ററി സൈസും കൊടുത്തിട്ടുണ്ടല്ലോ. ഏകദേശം 50,000 രൂപയോളം വിലയും കുറവാണ്. അങ്ങനെയൊക്കെ നല്ലൊരു വണ്ടി തന്നെയാണ് ടാറ്റ ഇപ്പം ഹാരിയർ EV ആയിട്ട് ഇറക്കിയിരിക്കുന്നതെന്ന് പറയാം. അവർ ആദ്യം ഇറക്കാനിരുന്ന മോഡൽ ഇങ്ങനെ അല്ലായിരുന്നു ശരിക്കും വരേണ്ടത്. അതിൽ നിന്നെന്തായാലും അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതൽ ആഡ് ചെയ്ത് മഹീന്ദ്രയുടെ വാഹനങ്ങളായിട്ടൊക്കെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ പുതിയ വണ്ടികൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പെട്ടെന്നൊന്നും മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നുള്ള പേടി വേണ്ട. എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് എത്രയായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞേക്കാം. എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 1 lakh ആയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.